ഈ ഗിൽഗമേഷ് എപ്പിക് ഒരു ഭാഗം അതിന് മുമ്പ് ക്രിയേഷൻ ഉണ്ട്, ഈ കൊല്ലുന്ന ഇതുണ്ട്. മനുഷ്യരെല്ലാം ദൈവങ്ങൾ സൗണ്ട് കാരണം കൊല്ലുന്നുണ്ട്. അപ്പം അന്ന് ഒരു അവരുടെ ദൈവം ഈ ഈ ഉത്തനാഭിഷ്ടത്തെ നീതിമാനാന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ഈ ഉത്തനാഭിഷ്ടത്തിന് ഇത് കൊടുത്തു, ഞാൻ ഭൂമിയെ കൊല്ലാൻ പോവാണ്, നീ ഒരു ബോട്ടുണ്ടാക്കി രക്ഷപ്പെട്ടോളാം പറഞ്ഞു. അപ്പം അങ്ങനെ രക്ഷപ്പെട്ട് ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന വ്യക്തിയാണ് ഈ ഉത്തനാഭിഷ്ടം. അപ്പം ഗിൽഗമേഷ് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്തനാഭിഷ്ടത്തിൻ്റെ അടുക്ക് ചെന്നിട്ട് എനിക്കെങ്ങനെ ആണോ ആ ആൾ മരിക്കുകയില്ല, ഉത്തനാഭിഷ്ടം മരിക്കുകയില്ല, കാരണം ഇമ്മോർട്ടലായി. അപ്പം അവിടെ നിന്ന് എങ്ങനെ ഇമ്മോർട്ടലാകുന്നതെന്ന് അറിയാൻ വേണ്ടി പോകുന്ന ഉത്തനാഭിഷ്ടത്തിനെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉത്തനാഭിഷ്ടം പറഞ്ഞു, നിനക്കത് പറ്റത്തില്ല, നീ ഇമ്മോർട്ടൽ മനുഷ്യനാണ്, നിനക്ക് ക്ഷമയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്ഷമ കൊടുക്കാൻ വേണ്ടി 7 ദിവസം നീ ഓർക്കാതിരുന്നാൽ നിനക്ക് കിട്ടും. പക്ഷേങ്കിൽ അത് ഗിൽഗമേഷിനെ കൊണ്ട് പറ്റിയില്ല. പിന്നെ ഏറ്റവും അവസാനം ഒരു ചെടിയുണ്ട്, ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് നീ കഴിച്ചാൽ നിൻ്റെ ചെറുപ്പം വീണ്ടെടുക്കും, മരിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ആ പ്ലാന്റ് കൈ കിട്ടിയെങ്കിലും പക്ഷേങ്കിൽ പാമ്പ് വഞ്ചിച്ച് അത് കഴിച്ചു. അങ്ങനെ നിരാശയോടുകൂടി മരിച്ചു പോകുന്നതായിട്ടുള്ള സ്റ്റോറിയാണ് ഈ ഗിൽഗമേഷ് എപ്പിക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് തന്നെ അർത്രാസിസ് എപ്പിക് ഓഫ് അർത്രാസിസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഞാനീ പറയുന്ന പ്രൊനൗൺസിയേഷൻ ശരിയായിരിക്കത്തില്ലായിക്കോട്ടെ, അവരുടെ ഇത് ഇപ്പം അർത്രാസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇംഗ്ലീഷിൽ പറയുന്നുള്ളൂ, പക്ഷേ ഇത് യഥാർത്ഥ ഇതിൽ അതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെ സ്റ്റോറിയും സെയിം കോൺസെപ്റ്റാണ്. ഒരു ഒരു അപ്പനും അമ്മയും ഉള്ള ദൈവം, അവർ എന്തുകൊടുക്കും, കുറേ ദൈവങ്ങളെ ഉണ്ടാക്കി. അപ്പോൾ ഈ അർത്രാസിസിനകത്ത് വരുന്ന എനിക്കൊന്നു ഈ ഗിൽഗമേഷ് ഓഫ് എപ്പിക്കിൻ്റെ മുമ്പിലത്തെ വേർഷനകത്ത് തോന്നുന്നു ഈ അർത്രാസിസ് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെയിം കോൺസെപ്റ്റാണ്. മനുഷ്യരെ ഉണ്ടാക്കി, മനുഷ്യരുടെ ശബ്ദം ഭയങ്കര ആദ്യം സുപ്പീരിയർ ദൈവം, പിന്നെ ലോവർ ദൈവം. അപ്പോൾ ഈ ലോവർ ദൈവങ്ങൾക്ക് കഷ്ടപ്പെടാൻ മേല, അതിന് അവരെന്തെടുത്തു, അവരുടെ വർക്ക് മുഴുവൻ ചെയ്യാൻ വേണ്ടി ഒരു ദൈവത്തെ കൊന്ന് അതിൻ്റെ രക്തം ക്ലയിൽ മുക്കി ഇതുണ്ടാക്കി, മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യൻ പെറ്റുപെരുകി അവർ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി തുടങ്ങി. ആ ദേഷ്യപ്പെട്ട് അവർ മനുഷ്യരെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. മനസ്സിലായോ? മനുഷ്യനെ കൊല്ലുവാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതാണ് അർത്രാസിസ്. അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, എറിദു ജെനസിസ് എന്ന് പറയുന്നത്. അതും ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെ. ഇതേപോലത്തെ ഒരു ദൈവനും മനുഷ്യൻ ശല്യം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ, ഈ അർത്രാസിസിൻ്റെ അകത്ത് വലിയ ദൈവതയും സുപ്പീരിയർ ദൈവത്തിൻ്റെ ഇതുണ്ട് ആണെങ്കിൽ, ഇപ്പുറത്ത് വരുമ്പം വലിയ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അവരെന്തോ മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെ എല്ലാം ഉണ്ടാക്കി. ഏറ്റവും അവസാനം അവർ എന്തോ ഗിൽഗമേഷ് ഓഫ് എപ്പിക്കിൻ്റെ അകത്ത് ഉത്തനാഭിഷ്ടമാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സിദ്ര എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസമുള്ളതല്ല. പക്ഷേ ഈ കോൺസെപ്റ്റ്, ഈ സ്റ്റോറി എല്ലാം, അപ്പോൾ ഇങ്ങനെ ഒത്തിരി അനേക സ്റ്റോറികൾ ജനസസിനെ പറ്റി ഉണ്ട്. ഇതെല്ലാം ഇവർ കണ്ട് അവർ ദൈവമേ, ഞങ്ങളുടെ ദൈവം സ്നേഹമുള്ള ദൈവം, പിതാവ് പുത്ര പരിശുദ്ധ എലോഹിം എന്ന് പറയുന്നത് മൂന്ന് ഇതാണ് കോൺസെപ്റ്റ്, ട്രിനിറ്റിയുടെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ദൈവം അടിപിടി ഉണ്ടാക്കിയിട്ടല്ല, ഞങ്ങളുടെ ദൈവം തന്നെ അവർ സ്നേഹത്തോടെ മനുഷ്യനെ ദൈവത്തിൻ്റെ വേല ചെയ്യാനല്ല, അവർ നല്ല രീതിയിൽ ഉണ്ടാക്കി. മറ്റൊരു ദൈവത്തെ കൊന്നിട്ട് അതിൻ്റെ രക്തം കൊണ്ട് അല്ലാതെ നല്ല രീതിയിൽ ഉണ്ടാക്കി. അതേപോലെ ഒരു പാമ്പിനെ കൊന്നിട്ടല്ല ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത്.
അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇതെല്ലാം ഇപ്പം നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പം അമേരിക്കയിലോ ഇരിക്കുമ്പം നമ്മൾ വേറൊരു രാജ്യത്തെ കോൺസെപ്റ്റ് അറിയത്തില്ല. നമ്മളിവിടെ ഇരുന്ന് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ വേറെ ഒരു കോൺസെപ്റ്റ് നമ്മളെ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ദൈവം ഇതല്ല, നമ്മുടെ ഇതല്ല കൾച്ചർ, ഇതല്ല നമ്മുടെ ഇതല്ല, നമ്മൾ അതുകൊണ്ട് കൂടെ പോകരുത്. അപ്പം നമ്മളത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ആ സെയിം കോൺസെപ്റ്റാണ് എസ്രയും നെഹമ്യായും ഒക്കെ അവർ ചെയ്തത്. അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവം ഇതല്ല, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, അവർ സ്നേഹമുള്ള ദൈവം, മനുഷ്യനെ സ്നേഹത്തിനുണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നെഹമ്യായ മറ്റേ ശമര്യരും 2 സ്ഥലത്ത് യെരൂശലേം സ്ഥലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നെഹമ്യായ അടുത്ത അപ്പം ആ ഒരു അപ്പം ഇങ്ങനത്തെ ഒത്തിരിയും കഥകൾ അതുണ്ട്. പിന്നെ അടുത്ത ഏറ്റവും വരുന്ന ഇതാണ് ഈ ജ്ഞാനത്തിൻ്റെ വാക്കൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നതാണ് നാഗ് ഹമ്മാദി എന്ന് പറയുന്നത്. ഒരു 2 ചേട്ടനനിയന്മാർ മുഹമ്മദ് എൻ്റെ പേര് മുഹമ്മദ് അലി സമാമും ഖലീഫ അലി എന്ന് പറഞ്ഞ 2 ചേട്ടനനിയന്മാർ ഈജിപ്തിൻ്റെ അപ്പർ ഈജിപ്റ്റ് അവിടെ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു സ്ക്രോള് കിട്ടി. ഇപ്പം നമ്മൾ ഡെഡ് സീ സ്ക്രോൾ നോക്കുമ്പം ഒരു ബെഡോവിൻ ചെറുപ്പക്കാരൻ കല്ലെടുത്ത് എറിഞ്ഞപ്പം ക്ലക്ക് കേൾക്കേണ്ടതിന് പാറ ചെന്നിടിക്കേണ്ട സൗണ്ട് കേൾക്കേണ്ടതിന് പകരം ചട്ടി ചെന്നിടിച്ച സൗണ്ട് കേട്ടു. അങ്ങനെയാണ് ഇവർ 2 പെസൻ്റ് 2 പാവപ്പെട്ട 2 പേര് കളിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അവർ കൃഷി ചെയ്യാൻ വേണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കല്ലിലിടിക്കുന്ന സൗണ്ട് കേട്ടു. അവർ നോക്കണേ അതിൻ്റെ അകത്ത് ചുരുളുകളുണ്ടായിരുന്നു, ഒത്തിരിയും ചുരുളുകൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഈ ക്രിയേഷനെ പറ്റിയുള്ളത് മാത്രമേ എടുക്കുന്നുള്ളതുകൊണ്ട് ഒത്തിരി ഉണ്ട്. അതിൻ്റെ അകത്ത് ഗോസ്പൽ ഓഫ് തോമസ് ഉണ്ട്, ഫിലിപ്പുണ്ട്, പിന്നെ എന്തോ സീക്രട്ട് ബുക്ക് ഓഫ് ജോൺ എന്ന് പറഞ്ഞ് അങ്ങനെയുണ്ട്. അങ്ങനെ ഒത്തിരിയും ബുക്കുകളുണ്ട്. അപ്പം അതേപോലെ ആദാമിൻ്റെ അപ്പോക്കാലിപ്സ് ഓഫ് ആദം ഉണ്ട്. അങ്ങനെ കുറേ ബുക്കുകളുണ്ട്, കുറേ സ്ക്രോളുകളുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് മാത്രം ക്രിയേഷനെ പറ്റിയുള്ളത്. ഇപ്പം ഒത്തിരിയും ക്രിയേഷൻ തിയറി ഉണ്ടെങ്കിൽ നമ്മൾ ബൈബിളിനെ ബാധിക്കുന്നത് മാത്രം, ബൈബിളിലോട്ട് സാമാന്യതയുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഈ നാഗമാതിക്കകത്തും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു മോണോറാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയാഡ്, മോണാഡ്, ഡയാഡ്, ട്രയാഡ് എന്ന് പറയുന്നത് ഒരു ദൈവം, ഒരു ഇൻവിസിബിൾ ദൈവമുണ്ട്. ആ ദൈവത്തെ ഇന്നവരെ ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ ആ ദൈവം ആർക്കിയോൺസ് എന്ന് പറഞ്ഞാൽ കുറേ ഇതുണ്ടാക്കി. ഇത് ഒരു വെസൽ, ഒരു ഷിപ്പ് പോലെ, എക്സാക്ട് മീനിങ് അല്ല, ഒരു ഷിപ്പ് പോലെ ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ആണും പെണ്ണും ഇങ്ങനെ ഉള്ള കോൺസെപ്റ്റെല്ലാം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ വെസൽ മറക്കരുത്. ഇതിന് നമ്മൾ ഉൽപ്പത്തി വരുമ്പം അതുമായിട്ട് ഈ വെസലുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പം ഈ ഇൻവിസിബിൾ ദൈവം എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്, ലൈറ്റാണ്. ഈ പ്രകാശം നമ്മുടെ ഷെഖൈന എന്ന് പറയുന്ന ആ വേർഡ് എനിക്ക് ഈ നാഗമാതി ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഫിലോസഫി, ഹീബ്രു, നമ്മുടെ ഹെബ്രായ ട്രാൻസ്ലേഷന്, അതേപോലെ ഖബാല, അങ്ങനെ കുറേ മിക്സ് ചെയ്താണ് ഇവർ. ഇത് അന്ന് ആ സ്ഥലത്ത് താമസിച്ചിരുന്ന യഹൂദ സ്ഥലത്ത് താമസിച്ചിരുന്ന ആൾക്കാരെ പിന്നെ ഇവിടെ ഈജിപ്റ്റ് വന്നു ഉണ്ടാക്കിയ ആ സമയത്തും കണ്ട് ഉണ്ടാക്കിയത്. ഇതിൻ്റെ അകത്ത് ഫിലോസഫി ചേർന്നിട്ടുണ്ട്, ഹീബ്രു കബാലിസ്റ്റിക് ചേർന്നിട്ടുണ്ട്, ഇതെല്ലാം ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇൻവിസിബിൾ ദൈവം, പ്രകാശമാണ് ആ ദൈവം കുറേ ആർക്കിയോൺസ് എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് ഉണ്ടാക്കി. അപ്പം
അതിലെ ഒരു ആർക്കൈവൻസാണ് അതിൻ്റെ അകത്ത് ഭാര്യയും ഭർത്താവും ഉള്ള ആണും പെണ്ണും ഉള്ളത്. അതിൻ്റെ പേരാണ് സോഫിയ എന്ന് കഴിഞ്ഞാൽ വിസ്ഡം, ജ്ഞാനം എന്ന് പറയുന്നത്. അത് പെണ്ണാണ്. അപ്പം ആ പെണ്ണ് വന്നിട്ട് ഈ പെൺദേവത ആൺദേവതയുടെ സമ്മതമില്ലാതെ കുറേ ദൈവങ്ങളെ ഉണ്ടാക്കി. അതാണ് യാൾഡ്രബോത്ത് എന്ന് പറഞ്ഞത്. ഞാനീ പറയുന്നത് തെറ്റാ എന്ന് തോന്നുന്നു. ഈ പറയുന്ന വാക്കുകൾ യാൾഡ്രബോത്ത് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഒരു ദൈവത്തെ ഉണ്ടാക്കി. പക്ഷേ ഈ ആണിൻ്റെ സമ്മതമില്ലാതെ സ്വയമായിട്ട് ചെയ്തുകൊണ്ട് ഇത് ഇൻപ്യൂറാണ്, ശരിക്കും ഉള്ളതല്ല. മനസ്സിലായി? ഇതിൻ്റെ അകത്ത് കുഴപ്പങ്ങളുള്ള ദൈവങ്ങളാണ്. അപ്പം ഈ യാൾഡ്രബോത്ത് ആണ് യഥാർത്ഥ ക്രിയേഷൻ, മറ്റെല്ലാം ഇൻവിസിബിളാണ്. അപ്പോൾ ഈ യാൾഡ്രബോത്ത് നോക്കുകയാണെങ്കിൽ, ഭൂമിയെല്ലാം നോക്കുകയാണെങ്കിൽ പുള്ളി ബ്ലൈൻഡാന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ ആൾ നോക്കുകയാണെങ്കിൽ ഞാൻ മാത്രമേ ഒരു ദൈവമുള്ളൂ, വേറെ ഞാനല്ലാതെ വേറെ ആരെയും ദൈവത്തെ കാണാം. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു പുള്ളി മാത്രമാണ് ദൈവം എന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ തീർത്തും മനുഷ്യനെ, ആദാമിനെ ഉണ്ടാക്കി. മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തു, ആദാമിനെ അവയെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇന്ന് കാണുന്ന വിസിബിളായിട്ടുള്ള എല്ലാ ഭൂമിയും ഈ യാൾഡ്രബോത്ത് എന്ന് പറഞ്ഞ ദൈവമാണ് ഉണ്ടാക്കിയതാണ് ആ സ്റ്റോറിയുടെ ഇത്. അപ്പം അങ്ങനെ വന്നപ്പം ഈ സോഫിയയുടെ സമ്മതമില്ലാതെ ഈ യാൾഡ്രബോത്ത് ഉണ്ടാക്കിയപ്പം പുള്ളിക്കാരൻ ഇച്ചിരി അഹങ്കാരിയായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഈ സോഫിയ എന്തെടുത്തു, ഈ യാൾഡ്രബോത്തിനെ കളിപ്പിക്കാൻ വേണ്ടി യാൾഡ്രബോത്ത് ആദാമിനെ ഉണ്ടാക്കിയല്ലോ. ആദാം ഉണ്ടാക്കിയെങ്കിലും ആദാം ഒരു സ്പിരിച്വൽ ആദാം. അപ്പോൾ സോഫിയ എന്തെടുത്തു, പോയി ഇവരെ കളിപ്പിക്കാൻ വേണ്ടി ഇവരറിയാതെ പോയി ഈ ആദാമിനെ മൂക്കിൽ ശ്വാസം ഊതിയപ്പം ഇതൊരു ജീവമനുഷ്യനായിരുന്നു. ആദാം ഒരു ജീവമനുഷ്യനായിരുന്നു. അപ്പം ആദാവ് അവ്വയുമായി. അവ്വ എന്ന് പറയുന്നത് സെയിം അല്ല. അവ്വ എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ആദാമിനെ ജ്ഞാനം പകർന്നു കൊടുക്കാനുള്ള ഒരു അസിസ്റ്റൻ്റ് പോലെ, അല്ലെങ്കിൽ വേറൊരു എൻറ്റിറ്റിയാണ്. അപ്പം അവർ രണ്ടുപേരും ആയി. അപ്പോൾ ഇത് കണ്ടപ്പം ഈ യാൾഡ്രബോത്തിന് ഭയങ്കര സങ്കടമായി. യാൾഡ്രബോത്തും അവരുടെ കുറേ ദൈവങ്ങളും ആ ആൾ കുറേ ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഇൻവിസിബിൾ ഇതും എല്ലാം ഉണ്ടാക്കി ആദാമിനെയും അവയും ഉണ്ടാക്കിയത്. പക്ഷേങ്കിൽ ഈ സോഫിയ എന്ന് പറഞ്ഞ സോഫിയ എന്ന് പറഞ്ഞ പെണ്ണ് ഈ ആദാമിനെ അവർ ജീവമായപ്പം അവർ ഈ യാൾഡ്രബോത്തിനെ കാട്ടി ഒരു ഭയങ്കര പ്രകാശമുള്ള ഒരു ഇത്. അപ്പോൾ ഈ യാൾഡ്രബോത്തിന് ഭയങ്കര കുശുമ്പും ഇതുമൊക്കെ വന്നു. ആരോട്? ഈ ആദാമിനോടും അവയോടും. അപ്പം എന്നിട്ട് എന്തെടുത്തു, ഇവരെ ഈ ജ്ഞാനം അറിയാതിരിക്കാൻ വേണ്ടി ഇവരെ ഒരു ഗാർഡൻ ഉണ്ടാക്കി. ആ ഗാർഡൻ്റെ അകത്തിട്ട് ഇരുട്ടിൻ്റെ അകത്തിട്ട് പറഞ്ഞാൽ നമ്മൾ സത്യം അറിയരുത് എന്നുള്ള രീതി ഇട്ട് അവിടെ അവർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവിടെയും ഇവർ നല്ല പ്രകാശമായിരിക്കുന്നു. അപ്പം ഇതിൽ നിന്ന് ഒത്തിരി കഥ എന്ന് പറഞ്ഞാൽ ആദാവും അവയ്ക്കും ആദ്യം വസ്ത്രമില്ലായിരുന്നു, അവർ തേജസ് ധരിപ്പിച്ചിരുന്നു എന്ന് പറയും. ആ തേജസ്സാണ് ഈ പ്രകാശം എന്ന് പറയുന്നത്. പക്ഷെ മറ്റവർക്ക് അവരെ ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർ അഴുക്കായിട്ട് ഇംപ്യൂറായിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവർക്ക് ദേഷ്യം. അപ്പോൾ എന്നാൽ ഈ യാൾഡ്രബോത്ത് എന്ന് പറഞ്ഞ ദൈവമാണ് ഏദൻ തോട്ടത്തിൽ ആദാമുമായിട്ട് നടന്ന് സംസാരിക്കുന്നതെന്നൊക്കെയാണ് ഇത്. നമ്മൾ ഉൽപ്പത്തി പറയുന്ന ജീവനുള്ള ദൈവം ഒരേ യഥാർത്ഥ ദൈവമാണ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് യാൾഡ്രബോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡെമി ദൈവമാണ് അപ്പം നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇവരാണെന്നു. അപ്പോൾ ഇവർക്ക് കുശുമ്പുണ്ടായി. ഈവന് ഈ ജ്ഞാനം ആദമിന് പറഞ്ഞു കൊടുക്കാൻ വന്നപ്പം ഈവിനെ നശിപ്പിക്കാൻ ഇവർ റേപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചു, നശിപ്പിക്കാൻ നോക്കി. പക്ഷേങ്കിൽ ഈവ് രക്ഷപ്പെട്ടു. പക്ഷേ ആ രക്ഷപ്പെടുന്നതിനെ കൊണ്ട് ഈവനും ആ ഇമ്പ്യൂരിറ്റി അവർ രണ്ടുപേരുടെയും തേജസ്
അങ്ങ് നഷ്ടപ്പെട്ടു പോയി ആദാമിൻ്റെ ഹവ്വയിൽ. അപ്പം ഈ തേജസ് നഷ്ടപ്പെട്ട് അവരിങ്ങനെ ഇരിക്കുമ്പം പാമ്പിനെ ഒരു നല്ല രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കാഴ്ചപ്പെടുന്നത്. പാമ്പ് അപ്പം സോഫിയ എന്തെടുത്തു, ഈ പാമ്പിനോട് പറഞ്ഞു, ആദാമിനെ ഹവ്വായോട് പറഞ്ഞ് ആദാമിനെ കൊണ്ട് ആ ജീവൻ്റെ ട്രീ ഓഫ് നോളജ്, നന്മതിന്മയുടെ, അതിൻ്റെ തിന്മയില്ല നന്മയുടെ ഫലം കഴിക്കാൻ പറഞ്ഞു. അത് കഴിക്കുക എന്തിനാ? ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി. അപ്പം ജ്ഞാനം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ